ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വം ദീപമയം എന്ന കവിതയാണ് എടുത്തത് അല്ലേ? അപ്പോൾ കവിത എടുത്തു കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് കുറച്ച് വർക്കൊക്കെ തരാനുണ്ട്. അതിൻ്റെ വ്യാകരണം കുറച്ച് വർക്കൊക്കെ തരാനുണ്ട്. ഇപ്പോൾ കുറച്ച് അർത്ഥമൊക്കെ ഞാൻ പാടെടുക്കുന്ന സമയത്ത് തന്നെ തന്നിട്ടുണ്ട്, അർത്ഥം കുറച്ച് പര്യായങ്ങളൊക്കെ. പിന്നെ നമുക്കതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. നിങ്ങളിൽ പലരും ആസ്വാദന കുറിപ്പൊക്കെ എഴുതി അയച്ചു തന്നു. ഈ ആസ്വാദന കുറിപ്പ് തന്നെയാണ് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കവിതയുടെ ഒരു രൂപത്തിലുള്ള ആൻസർ നിങ്ങളിൽ ചിലരൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അയച്ചു തരാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ കറക്റ്റായിട്ട് വീഡിയോ കാണുക, പുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് വർക്ക് തന്നത് അത് കറക്റ്റായിട്ട് അയച്ചു തരണം. കേട്ടല്ലോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ വരുത്തരുത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എനിക്ക് പഠിച്ച കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം അയച്ചു തന്നേക്കണം. ഞാൻ പുതിയൊരു പാഠം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ വർക്കുകൾ എനിക്ക് കാണണം. നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികളെയും നോക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം, അന്നന്നത്തെ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അയച്ചു തരിക. മലയാളം മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും വർക്കുകൾ നിങ്ങൾ അന്നത്തെ ദിവസം തന്നെ ചെയ്ത് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വർക്കാണോ തന്നിരിക്കുന്നത് അത് അതാത് ദിവസങ്ങളിൽ ചെയ്ത് അയച്ചു തരിക. എന്നെ ഇനി ഇങ്ങനെയൊന്നും പറയിക്കാനുള്ളൊരു അവസരം ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ പലരും അയച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ഞാൻ ദേഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് എഴുതി അയച്ചു തരണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ, വിളിച്ച് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ വിശ്വം ദീപമയം എഴുതിയത് ഉള്ളൂരായിരുന്നു. അദ്ദേഹം മനുഷ്യനിലുള്ള ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ കുറച്ചു ഭാഗത്ത് അവിടെ അർത്ഥമൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ തരാത്ത അർത്ഥം ഉണ്ടെങ്കിൽ ഇതിലുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥമൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു, മനസ്സിൽ നൈരാശ്യം എഴുതുന്നവന് മധ്യാഹ്നവും പ്രത്യേകം അർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പിവൻ ഏതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. ഈ വരികളൊക്കെയാണ് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ളത്. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇരുട്ടുള്ളവന് എന്താണ്, നട്ടുച്ച പോലും രാത്രി പോലെയാണ്. ഇനി മനസ്സിൽ വെളിച്ചമുള്ളവനോ അറിവുള്ളവനോ അർദ്ധരാത്രി പോലും പകൽ പോലെ തോന്നിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏതൊരവസ്ഥയും നേരിടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ ഒരു മനസ്സുറപ്പ് അറിവുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നിങ്ങൾ എഴുതി അയച്ചു തരണം. നമുക്ക് അർത്ഥവും പര്യായപദവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, കൂടുതലായിട്ട് വരുന്ന. പിന്നെ സന്ധി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതിലെ കുറച്ച് വാക്കുകളെടുത്ത് സന്ധി ചെയ്ത് അയച്ചു തരിക, പിരിച്ചെഴുതി സന്ധി നിർണ്ണയിക്കുക. ഇപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പ്രധാനമായും 4 സന്ധികളാണ് പഠിച്ചിട്ടുള്ളത്. ലോപം, ദ്വിത്വം, ആദേശം, ആഗമം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലോപം നഷ്ടപ്പെടുന്നത്, ദ്വിത്വം ഇരട്ടിക്കുന്നത്, ആഗമം പുതുതായി ഒന്ന് വരുന്നത്, ആദേശം ഒന്ന് പോയി പകരം മറ്റൊന്ന് വരുന്നത്. ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത് കാളകൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. എന്താണ് കാളകൾ? കാളകൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ് കേട്ടോ. പി ഭാസ്കരൻ. പി ഭാസ്കരനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം പി ഭാസ്കരൻ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഈ ചാപ്റ്ററിൽ ആദ്യം തരുന്ന വർക്ക് അതാണ്. പി ഭാസ്കരൻ്റെ 10 ഗാനങ്ങളുടെ വരികൾ, മുഴുവൻ വരികൾ വേണ്ട കേട്ടോ, ആദ്യത്തെ 2 ലൈൻസ് മാത്രം, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രശസ്തി ആർജിച്ച ഒരു 10 ഗാനങ്ങളുടെ 2 വരികൾ മാത്രം എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കുറച്ചു കാലം മുൻപുള്ള പഴയ സിനിമാ ഗാനങ്ങളൊന്നും അത്ര പരിചയമില്ല. പക്ഷേ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക, ജനപ്രീതി നേടിയ സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലാണ്, കുറച്ച് കാലം മുൻപാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗാനങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരികയാണ്. ഒരു 10 ഗാനങ്ങൾ നിങ്ങൾ എഴുതി അയച്ചു തരിക. മുഴുവനായിട്ടല്ല, വെറും 2 ലൈൻ കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾ 2-3 ഗാനമൊക്കെ പി ഭാസ്കരൻ്റെ കേൾക്കണം. വയലാർ, പി ഭാസ്കരൻ, അർജുനൻ മാസ്റ്റർ, ഇവരൊക്കെ കുറച്ചു കാലഘട്ടം മുൻപുള്ള നല്ല നല്ല സിനിമാ ഗാനങ്ങളുടെ സൃഷ്ടികർത്താക്കളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം
ഒരു കവി എന്നതിലുപരി എന്താണ്? ഗാനരചയിതാവാണ്. കാളകൾ എന്ന് പറയുന്ന കവിത മനുഷ്യ ജീവിതത്തെ കാളകളോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. മനുഷ്യരുടെ ജീവിതത്തെ കാളയോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു കവിത. നിങ്ങളിപ്പോൾ ഈ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മനുഷ്യൻ്റെയൊക്കെ ഒരു പരിവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം. മനുഷ്യരെ പണ്ട് ആദിമ മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അന്ന് മനുഷ്യന് ഉടുക്കാൻ വസ്ത്രമോ കിടക്കാൻ പാർപ്പിടമോ ഇല്ലാത്തൊരു കാലഘട്ടം, വളരെ 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 മുൻപ് ആദിമ മനുഷ്യർ, പ്രാകൃതരായ മനുഷ്യർ. കാലക്രമേണ അവർ ഓരോന്ന് കണ്ടുപിടിക്കുക അല്ലേ? ചക്രം കണ്ടുപിടിച്ചു, തീ കണ്ടുപിടിച്ചു, അവർ നഗ്നത മറയ്ക്കാൻ തുടങ്ങി, ഒരു സ്ഥലത്ത് പാർപ്പിടം ഒരുക്കാൻ തുടങ്ങി, പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഈ ഒരു പരിവർത്തനം, ജീവിതത്തിലുണ്ടായ മാറ്റം നമ്മൾ സോഷ്യലിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വണ്ടികൾ. ചക്രം കണ്ടുപിടിച്ചതോടുകൂടി നമ്മൾ കുതിര, കാളകൾ, കാളവണ്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചില സിനിമകളിലൊക്കെ ഉണ്ടാവും. തമിഴ് സിനിമകളിൽ പാട്ടുരംഗത്തൊക്കെ കാളവണ്ടികളൊക്കെ ഇപ്പോഴും കാണാം. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും കാളവണ്ടി ഇപ്പോൾ കാണാനില്ല കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ ഈ കർണാടക, തമിഴ്നാട്, അവരുടെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും കാളവണ്ടികളൊക്കെ, അതായത് വാഹനങ്ങൾ പോവാത്ത വളരെ പ്രയാസകരമായ ദുർഘടമായ വഴികളിലൊക്കെ ഇപ്പോഴും കാളവണ്ടികളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാളവണ്ടി എന്നാണ്, അതൊരു വണ്ടിക്കാള എന്നാണ് ഇവിടെ പറയുന്നത്. വണ്ടിക്കാള എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന കാള. ഈ കാളയെപ്പോലെ ഭാരം ചുമക്കുന്ന ഒട്ടേറെ മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് കാളകൾ. അപ്പോൾ കാളകളുടെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരം വലിക്കുന്ന കാളകളെപ്പോലെ, വണ്ടിക്കാളകളെപ്പോലെ ഭാരപ്പെട്ട ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് നിസ്സഹായരായ മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അപ്പം നാം അവരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള മനുഷ്യരുടെ വിഷമങ്ങൾ നാം അറിയണം, അവരെ സഹായിക്കണം എന്നൊക്കെയുള്ളൊരു മെസ്സേജ് കൂടി ഈ ഒരു പാഠഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ പി ഭാസ്കരൻ എന്താണ്? മികച്ച കവിയാണ്, ഗാനരചയിതാവാണ്, അദ്ദേഹം ചലച്ചിത്രകാരനാണ്, മാധ്യമപ്രവർത്തകനാണ്. അങ്ങനെ പല നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് കേട്ടോ. അദ്ദേഹം ദീപിക പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ചെയർമാനായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പി ഭാസ്കരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഞാനിവിടെ എഴുതുകയാണ്. പ്രധാന കൃതികൾ: വയലാർ ഗർജിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടെന്ന് പറയുന്നത് ഓർക്കുക വല്ലപ്പോഴും എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേരാണ് കേട്ടോ. ഓർക്കുക വല്ലപ്പോഴും. ഓർക്കുക വല്ലപ്പോഴും, ഓടക്കുഴലും ലാത്തിയും, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, അങ്ങനെ തുടങ്ങിയ മിക്ക അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ അതേപടി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതാരുടെ കൃതിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഴുവൻ പേരുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് തീർച്ചയായിട്ടും വായിച്ചിരിക്കണം, പിന്നെ നിങ്ങളുടെ പുസ്തകത്തിലേക്ക് എഴുതിയിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. അതിപ്പോൾ പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എഴുതുന്നു. 1924 2007. കവി, ഗാനരചയിതാവ്, ചലച്ചിത്രകാരൻ, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ദീർഘകാലം ആകാശവാണിയിൽ ജോലി ചെയ്തു. ദീപിക പത്രാധിപർ, ഏഷ്യാനെറ്റിൻ്റെ ആദ്യ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, JC ഡാനിയൽ അവാർഡ് എന്നീ ബഹുമതികൾക്ക് അർഹനായി.
ജെ.സി. ഡാനിയൽ അവാർഡ് നമ്മൾ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകുന്ന ഒരു സംഭാവനയാണ് കേട്ടോ. ഒറ്റക്കമ്പിയുള്ള തമ്പുരു, ഓർക്കുക വല്ലപ്പോഴും, വയലാർ ഗർജിക്കുന്നു, ഓടക്കുഴലും ലാത്തിയും, ഒരിക്കൽ കൂടി, കായൽക്കാറ്റ്, രണഭേരി, കർഷകഗാനം, മുൾക്കിരീടം, മുഖത്തോട് മുഖം, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ മികച്ച കവിതകളാണ്, അറിയപ്പെടുന്ന കവിതകളാണ്. ഇനി അടുത്തത് ദേശീയ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, നാഴിയൂരിപ്പാല്, അവയൊക്കെ ഗാനസമാഹാരങ്ങളാണ്. കാടാറുമാസം, സിനിമാ നിർമ്മാണം, അവ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ് എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരാം, കാടാറുമാസം എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കഥ, കവിത, നോവൽ, ഉപന്യാസം എന്ന് കൊടുത്താൽ നിങ്ങൾ എന്തെഴുതണം? ഉപന്യാസം. അതറിയണമെങ്കിൽ നിങ്ങൾ ഈ പാർട്ട്, ഈ ഒരു ഭാഗം നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ എപ്പോഴൊക്കെ എടുത്തു നോക്കുന്നുവോ അപ്പോഴൊക്കെ ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിട്ടിയ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ, വയലാർ അവാർഡ്, പത്മശ്രീ പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു വാക്യം അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് ഓർക്കുക വല്ലപ്പോഴും. ഇത് മനുഷ്യനിലുള്ള ഒരു സന്ദേശമാണ്. നാം എപ്പോഴും എന്താണ്, നമ്മൾ ഒന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓർക്കുക വല്ലപ്പോഴും. നമ്മുടെ ഓർമ്മകളെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലങ്ങൾ എല്ലാം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുക. ഓർമ്മിക്കുന്നത് മനുഷ്യനെ എപ്പോഴും നല്ല ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞ ഈ കവിയുടെ ജീവിതത്തിൽ ഒരു വിരോധാഭാസമുണ്ടായി. എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഓർമ്മയില്ലാത്ത അസുഖമായിരുന്നു അദ്ദേഹത്തിന്. അതായത് ഓർമ്മ നഷ്ടപ്പെട്ട അസുഖമായിട്ടാണ് അദ്ദേഹം അവസാന നാളുകളൊക്കെ കഴിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം അവസാനം മരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ മഹാനായ ആ എഴുത്തുകാരൻ ഒടുവിൽ ഒന്നും ഓർമ്മിക്കാനാകാതെയാണ് മരിച്ചുപോയത്. അത് ജീവിതത്തിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. ചില ആളുകളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചങ്ങമ്പുഴയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചങ്ങമ്പുഴ എന്ന കവി, അദ്ദേഹമൊക്കെ ജീവിതത്തെ വളരെ അധികം ആസ്വദിച്ച ഒരു കവിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ജീവിതം ശരിക്കും ആസ്വദിക്കാനുള്ളൊരു കാലഘട്ടം ദൈവം കൊടുത്തില്ല. അദ്ദേഹം തൻ്റെ 30കളിൽ തന്നെ എന്ത് ചെയ്തു? മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പി ഭാസ്കരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാളകൾ എന്ന കവിതയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഇത്രയും ഗ്രന്ഥങ്ങളെങ്കിലും നിങ്ങൾ കൃതികളെങ്കിലും ഓർത്ത് വയ്ക്കുക. വയലാർ ഗർജിക്കുന്നു, ഓർക്കുക വല്ലപ്പോഴും, ഓടക്കുഴലും ലാത്തിയും, ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ പെടുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പിന്നെയോ ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ജെ.സി. ഡാനിയൽ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡുകൾക്ക് അർഹനാണ് പി ഭാസ്കരൻ. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം. കവിതയിലെ പ്രമേയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തായിരുന്നു കവിതയിലെ പ്രമേയം? മനുഷ്യൻ്റെ അവസ്ഥയാണല്ലേ. അതായത് വണ്ടിക്കാളകളെ പോലെ വളരെ ബുദ്ധിമുട്ടി ജീവിതം നയിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ളൊരു കവിതയാണ് കാളകൾ. വായിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കേട്ടോ. കാളകൾ. തോളത്തു ഘനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷാകാരം പൂണ്ടിട്ടറ്റത്തു വണ്ടിക്കൈയിൽ ഇരിപ്പൂ കൂനിക്കൂടി. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ഠത്തിലേറ്റിയ നുകം പേറി. കാലുകൾ തേഞ്ഞിട്ടുണ്ടിന്നവനും നെടുനാളക്കാലത്തിൻ കരാളമാം പാതകൾ താണ്ടി. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണാ കണ്ണുകൾ നിർജീവങ്ങൾ. മഞ്ഞിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൾക്കാമ്പിൽ. ഒട്ടേറെ കാലം മുമ്പിൽ അച്ചെറു പഞ്ഞക്കുടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കാൽക്ഷണം പതറാതെ. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ ഒരു ചിത്രം, ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു വണ്ടിയാണ്, കാളവണ്ടിയുടെ ചിത്രം കാണുന്നുണ്ടോ നിങ്ങൾ?
അപ്പോൾ ഈ കാള നിൽക്കേണ്ട ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. അതുപോലെ കവിതയുടെ അവസാന ഭാഗത്ത് ഒരു വണ്ടിയും വഹിച്ചുകൊണ്ട് കാളകൾ മൂകമായി ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഈ രണ്ടു ചിത്രവും വളരെ പരിതാപകരമായ, വളരെ സങ്കടകരമായ രണ്ട് ചിത്രങ്ങളാണ്. തോളത്തു ഘനം തൂങ്ങും. ആദ്യം ആ ഒരു ചിത്രം വളരെ വ്യക്തമായി വാക്കുകൾ കൊണ്ട് കവി വരച്ചു വെച്ചിരിക്കുകയാണ്. തോളത്തു ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. തോളത്തു ഘനം തൂങ്ങുന്ന, തോളത്താണ്, ആ കാളകളുടെ തോളത്ത് ഘനം തൂങ്ങുന്നു. എന്താ ഘനം? കനം തന്നെ, ഭാരം തൂങ്ങുന്ന വണ്ടിയുടെ തണ്ടും പേറിയിട്ട്. ആ വണ്ടിയും പേറിയിട്ട്, തണ്ട് കണ്ടോ, തണ്ട് ആ ഒരു മരക്കഷ്ണമാണ്. വണ്ടിയുടെ തണ്ടും പേറിയിട്ട് കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. എങ്ങനെ ഇഴഞ്ഞ്? കാളകൾ സാധാരണ ഇഴഞ്ഞല്ലല്ലോ പോകാറ്, നമ്മൾ ഒച്ചുകളൊക്കെയാണ് ഇഴയുക അല്ലേ? വളരെ മന്ദം മന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സാവധാനം, പതുക്കെ. സാവധാനം എന്നല്ല അർത്ഥം. സാവധാനം എന്ന വാക്കിന് പതുക്കെ എന്ന് നമ്മൾ കോമൺ ആയിട്ട് അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിലും സാവധാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവധാനം, അവധാനപൂർവം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി എന്ന വാക്ക് എന്നേ അർത്ഥമുള്ളൂ. സാവധാനം എന്ന വാക്കിന് എന്താ അർത്ഥം എന്നറിയോ? ശ്രദ്ധയോടുകൂടി. സാവധാനം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് പഠിക്കുക എന്നല്ല, ശ്രദ്ധിച്ച് പഠിക്കുക എന്ന. എത്ര പേർക്കറിയാം ആ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ മലയാളത്തിൽ ഇതുപോലെ ഒരുപാട് വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തെറ്റായിട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യഥാർത്ഥ അർത്ഥമല്ല, നമ്മളൊരു കോമൺ ആയിട്ട് എന്താ അർത്ഥമാണോ അതിന് വെച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ അങ്ങോട്ട് ഉപയോഗിക്കും. അതുപോലെയുള്ളൊരു വാക്കാണ് ഭയങ്കരം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എങ്ങനെ ഇഷ്ടാവുക? ഭയങ്കരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഭയങ്കരം, ഭയം അങ്കുരിക്കുന്നത്, ഭയം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നതിനൊക്കെ നമുക്ക് ഇഷ്ടമാണോ ഉണ്ടാവുക? ഭയമാണോ ഉണ്ടാവുക? ഭയമല്ലേ ഉണ്ടാവുക? ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് നല്ലോണം ഇഷ്ടമായി, എനിക്ക് കൂടുതൽ ഇഷ്ടമായി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ എനിക്ക് ഭയങ്കരം ഇഷ്ടമായി, ആ കറിക്ക് ഭയങ്കര സ്വാദുണ്ട് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അവിടെ ഭയങ്കരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരർത്ഥേ ഉള്ളൂ. എന്താണ്? നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നത് എന്തോ അതിനാണ് ഭയങ്കരം. ഇപ്പോൾ ഒരുപാട് വാക്കുകൾ അങ്ങനെ മലയാളത്തിലുണ്ട് കേട്ടോ. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പറയാം അത്. ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ എടുക്കാം, കേട്ടല്ലോ. അപ്പോൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ ഒരു ചിത്രം വരയ്ക്കുകയാണ് കവി. തോളത്തു ഘനം തൂങ്ങുന്ന വണ്ടിയുടെ തണ്ടും പേറിയിട്ട്, പേറുക എന്ന് പറഞ്ഞാൽ ചുമന്നിട്ട്, കാളകൾ മന്ദം മന്ദമിഴഞ്ഞു നീങ്ങിയിടുമ്പോൾ. ഇനി മന്ദം മന്ദം ഇഴഞ്ഞുകൊണ്ടാണ് നീങ്ങുന്നത്. ഒരു ജീവി എങ്ങനെയാണോ ഇഴഞ്ഞു നീങ്ങുന്നത് അത് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ടാണ് ആ കാളകൾ ഇഴയുന്നത്. കാരണം എന്താ? കാരണം എന്തായിരിക്കും? പറയൂ, എന്താ കാരണം? നമ്മുടെ ചുമലിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത അത്രയും ഭാരം കെട്ടിവെച്ചിട്ട് നമ്മളോട് നടക്കാൻ പറഞ്ഞാൽ സാധാരണഗതിയിൽ നടക്കുന്ന പോലെ നമ്മൾ നടക്കുമോ? ഇല്ല അല്ലേ? നമുക്ക് നടക്കാൻ പറ്റുമോ? നമ്മൾ ഇഴയുന്നതിന് സമമായിട്ട് വളരെ ബുദ്ധിമുട്ടി ഇഴയും അല്ലേ? അതുപോലെയാണ് ഇവിടെ കാളകൾക്ക്. ഭാരം സഹിക്കവയ്യാതെ അവ എന്തു ചെയ്യുന്നു? മന്ദം മന്ദം ഇഴയുന്നു. മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാളയതാ മനുഷ്യാകാരം പൂണ്ടിട്ട്. മനുഷ്യൻ്റെ ആകാരം, അതിനാണ് മനുഷ്യാകാരം എന്ന് പറയുക. ആകാരം എന്ന വാക്കിൻ്റെ അർത്ഥം രൂപം. മറ്റൊരു വണ്ടിക്കാളേതാ മനുഷ്യാകാരം പൂണ്ടിട്ട്, മനുഷ്യൻ്റെ രൂപം പൂണ്ടിട്ട്, മനുഷ്യൻ്റെ രൂപത്തോടു കൂടി അറ്റത്തു വണ്ടിക്കൈയിലിരിപ്പൂ കൂനിക്കൂടി. ആ വണ്ടിക്കൈയിൻ്റെ അറ്റത്ത് കൂനിക്കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു മുന്നേറുമ്പോൾ അതിനേക്കാൾ ദാരുണമായ ഒരു കാഴ്ചയതാ മറ്റൊരു വണ്ടിക്കാള, ഒരു വണ്ടിക്കാളയെപ്പോലെ ഭാരം വഹിക്കുന്ന ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ജീവി അതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? ആ വണ്ടിക്കാരനാണ് കേട്ടോ. ഈ കാളവണ്ടിയുടെ അല്ലെങ്കിൽ ഈ കാളവണ്ടിയും വഹിച്ചു കൊണ്ടുപോകുന്ന വണ്ടിക്കാരനെയാണ് ഇവിടെ മറ്റൊരു വണ്ടിക്കാള എന്ന് കവി പറയുന്നത്. ആ ഭാരം വലിക്കുന്ന കാളകളും അയാളും ഒരേപോലെയാണ്, സമന്മാരാണ്. മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടിട്ട് അറ്റത്തു വണ്ടിക്കൈയിലിരിപ്പൂ കൂനിക്കൂടി.
ഇനി അയാളെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കവി. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും, അവൻ്റെ തോളുകളൊക്കെ കുനിഞ്ഞിട്ടുണ്ട്, ഭാരം വഹിച്ച് വഹിച്ച് കുനിഞ്ഞിട്ടുണ്ട്. സ്വജീവിത നാളുകൾ, സ്വജീവിതം സ്വന്തം ജീവിതം, സ്വന്തം ജീവിതത്തിൻ്റെ നാളുകൾ, ദിവസങ്ങൾ, തൻ കണ്ഠത്തിലേറ്റിയ നുകം പേറി, തൻ്റെ കഴുത്തിൽ, കണ്ഠം ഗളം എന്നതൊക്കെ കഴുത്തിൻ്റെ പര്യായ പദങ്ങളാണ്. തൻ്റെ കഴുത്തിലേറ്റിയ നുകവും പേറിയിട്ട്. എന്താ നുകം? നുകമിത കണ്ടോ? നുകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉഴുതുമറിക്കില്ലേ, ഈ കാളവണ്ടി കൊണ്ടൊക്കെ ഉഴുതുമറിക്കും നമ്മൾ. കാളയെ കൊണ്ട്, കാളവണ്ടി കൊണ്ടല്ല, കാളയെ കൊണ്ട് നിലമൊക്കെ ഉഴുതുമറിക്കും. അതിനാണ് നമ്മൾ നുകം എന്ന് പറയുക. അപ്പോൾ ഈ നുകം പേറിയിട്ട്, അവൻ്റെ കണ്ഠത്തിലേറ്റിയ നുകം, ആ ഭാരം വഹിക്കുന്ന നുകവും പേറിയിട്ട്. കാലുകൾ തേഞ്ഞിട്ടുണ്ടവനും, അവൻ്റെ കാലുകളും തേഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്? അവൻ്റെ തോളുകൾ കുനിഞ്ഞിട്ടുണ്ട് ഭയങ്കരമായ ഭാരം വഹിച്ചിട്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കാലുകൾ തേഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നെടുനാൾ, ഒരുപാട് നാൾ, കാലത്തിൻ്റെ കരാളമായ പാതകൾ താണ്ടി താണ്ടി. കരാളം ഭയങ്കരം, ജീവിതത്തിൻ്റെ ഭയങ്കരമായ വഴികൾ താണ്ടി താണ്ടി സഞ്ചരിച്ച് സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാളകളുടെയൊക്കെ കാലിനടിയിൽ കുളമ്പുണ്ടാവും. അവയിങ്ങനെ ഒരുപാട് യൂസ് ചെയ്ത് നടന്ന് നടന്ന് അവയ്ക്കിടെ കുളമ്പുകൾ ഇങ്ങനെ തേഞ്ഞ പരുവത്തിൽ, മിനുസമേറിയ രൂപത്തിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ കാലുകളും തേഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാലുകൾ തേഞ്ഞു പോയി എന്നാണോ അർത്ഥം? അല്ല, അത്രയ്ക്കും വളരെ മോശമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകളും, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ. അദ്ദേഹത്തിൻ്റെ തോളുകൾ വളരെ കുനിഞ്ഞു പോയിരിക്കുന്നു, ഭാരം സഹിക്കവയ്യാതെ. അദ്ദേഹത്തിൻ്റെ കാലുകൾ തേഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ വ്രണങ്ങളായിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. കാലത്തിൻ്റെ കരാളമായ ഭയങ്കരമായ പാതകൾ, വഴികൾ താണ്ടി താണ്ടി സഞ്ചരിച്ചു സഞ്ചരിച്ച്. ഇനി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ. ദുർവിധി കുടിച്ചിട്ട്, ദുർവിധി എന്ന് പറഞ്ഞാൽ ദുഷിച്ച വിധി. ദുഷിച്ച വിധി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സങ്കടകരമായ അവസ്ഥയെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ദുഷിച്ച വിധി, ദുർവിധി കുടിച്ച്, അദ്ദേഹത്തിന് ദുർവിധിയാണ്. എങ്ങനെയാണ് ദുർവിധി കുടിച്ചു എന്ന് പറഞ്ഞാൽ? ജീവിതത്തിലെ സങ്കടങ്ങൾ അനുഭവിച്ച് എന്താണ്? മിഴിനീർ വറ്റിക്കയാൽ. അദ്ദേഹത്തിൻ്റെ മിഴിനീരൊക്കെ വറ്റിപ്പോയി, കരഞ്ഞു കരഞ്ഞ് അവസാനം കണ്ണുനീരില്ലാത്ത അവസ്ഥയായി. മിഴിനീർ, കണ്ണുനീർ വറ്റിക്കയാൽ. നിർവികാരങ്ങളാണ് ആ കണ്ണുകൾ. ആ കണ്ണുകൾക്ക് ഇപ്പോൾ വികാരങ്ങളൊന്നുമില്ല. ആ കണ്ണുകളിൽ നോക്കിയാൽ സന്തോഷമാണോ സങ്കടമാണോ ഭയമാണോ ഒന്നും പറയാൻ പറ്റില്ല. വികാരമില്ലാത്ത കണ്ണുകൾ, നിർവികാരങ്ങളാണ് ആ കണ്ണുകൾ. നിർജീവങ്ങൾ, ജീവനില്ലാത്തതുപോലെ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പെട്ടെന്ന് സങ്കടവും സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണുകളിലും കൂടി അത് ഒരു കാണാൻ പറ്റും. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും കൂടെ ചിരിക്കും, അല്ലേ? നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുകൾ കരയും. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ ആ കോപാഗ്നി ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ചിട്ട് ഒറ്റപ്പെട്ടിട്ട് ഈ വണ്ടിക്കാരൻ്റെ കണ്ണുകൾ നിർജീവങ്ങളായി പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിർവികാരങ്ങൾ, വികാരമില്ലാത്ത അവസ്ഥ. ഇപ്പം സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം വികാരങ്ങളാണ്, നമ്മൾ ഫീലിങ്സാണ്. അതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ ഒരു മനുഷ്യൻ നിർവികാരനായിരിക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം സങ്കടം അനുഭവിച്ചിട്ടുണ്ടാവും? അതാണ് ഇവിടെ കവി പറയുന്നത്. ഇത് ഒരു വണ്ടിക്കാരൻ്റെ മാത്രം കഥയല്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു വണ്ടിക്കാരനെ മാത്രമല്ല കവി ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നാം ചിലപ്പോൾ അവരെ അറിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോൾ നമ്മൾ അവരെ കണ്ടാലും ചിലപ്പോൾ പരിചയം കാണിച്ചില്ലെന്ന് വരും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ആളുകളെയൊക്കെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് മഹാന്മാർ നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മദർ തെരേസയൊക്കെയാണ്, അല്ലേ? അവർ തെരുവിൽ നിന്ന് കുഷ്ഠരോഗികളായ ആളുകളെ ഉയർത്തി കൊണ്ടുവന്ന് ചേർത്തു പിടിച്ച് അവരുടെ വ്രണങ്ങളിലൊക്കെ മുറിവിലൊക്കെ മരുന്ന് പുരട്ടിക്കൊടുത്ത് സ്നേഹത്തോടെ ചേർത്ത് വെച്ച് പരിചരിച്ച് ആശ്വസിപ്പിക്കാറുണ്ട്.
അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ ദൈവസമാനരായിട്ട് കാണേണ്ടതല്ലേ. നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിപ്പോവും. നമ്മുടെ ജീവിതം മാത്രം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ചുരുങ്ങിപ്പോവും. അങ്ങനെയൊന്നും പാടില്ല. നമുക്ക് മദർ തെരേസയെ പോലെയോ അല്ലെങ്കിൽ മഹാന്മാരായ വ്യക്തികളെ പോലെയൊന്നും ആവാൻ പറ്റില്ല എങ്കിലും നമ്മൾക്ക് കഴിയുന്ന സഹായം നമ്മൾ മറ്റുള്ളവരെ ചെയ്തു കൊടുക്കണം. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കുറച്ചെങ്കിലും നമ്മളൊക്കെ കണ്ടു എന്ന് നടിക്കണം. നമ്മളതൊക്കെ ഒന്ന് കാണാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതിനാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഇങ്ങനെയും ഉള്ള പാഠങ്ങളൊക്കെ പഠിക്കാനിടുന്നത് കേട്ടോ. ഞാൻ ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. നമുക്ക് 2-3 ക്ലാസ്സുകളിലൂടെ തീർക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. തോളത്തു ഘനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി ചുമന്ന് കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞ് നീങ്ങിയിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം പൂണ്ടിട്ട് അറ്റത്ത് വണ്ടിക്കൈയിൽ ഇരിപ്പു കൂനിക്കൂടി ഇരിക്കുകയാണ്. തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവന് സ്വജീവിത നാളുകൾ തൽകണ്ഠത്തിൽ തൻ്റെ കഴുത്തിൽ ഏറ്റിയ നുകം പേറി. കാലുകൾ തേഞ്ഞിട്ടുണ്ട് അവന് നെടുനാള് കാലത്തിൻ കരാളമാം പാതകൾ താണ്ടി. ദുർവിധി കുടിച്ചെന്നും മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണ് ആ കണ്ണുകൾ നിർജീവങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ എഴുതി അയച്ചു തരണം കേട്ടോ. ആരും മടി പിടിച്ചിരിക്കരുത്. നമ്മുടെ ക്ലാസ് നിങ്ങൾ ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.